അപ്പോൾ സസ്റ്റൈനബിൾ ഷോപ്പിംഗ് സീരീസിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് ബാംബൂ ടൂത്ത് ബ്രഷാണ്. ഞാൻ ഏകദേശം ഒരു 2 വർഷമെങ്കിലും ആയിട്ടുണ്ട് പ്ലാസ്റ്റിക് ടൂത്ത് ബ്രഷിൻ്റെ ലൈഫിൽ നിന്നേ എടുത്ത് മാറ്റിയിട്ട്. പേഴ്സണലി എനിക്ക് യൂസ് ചെയ്യുന്നതിലോ റിസൾട്ടിലോ ബാംബൂ ടൂത്ത് ബ്രഷും പ്ലാസ്റ്റിക് ടൂത്ത് ബ്രഷും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഇതിൻ്റെ റിയൽ ഡിഫറൻസ് എവിടെ ആയിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ എൻവയോൺമെൻറ്റൽ ആസ്പെക്റ്റിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഈ നാടിന് എത്ര വലിയ ത്രെട്ടാണെന്ന്. നമ്മൾ ഉപയോഗിക്കുന്ന ഈ പ്ലാസ്റ്റിക് ടൂത്ത് ബ്രഷ് എങ്ങോട്ടേക്കാണ് നമ്മുടെ ഉപയോഗം കഴിഞ്ഞിട്ട് പോകുന്നതെന്നുള്ളതിനെ പറ്റി നമുക്കൊരു എത്തും പിടിയില്ല അല്ലേ. നമ്മൾ ഒരുപാട് ന്യൂസ് കണ്ടിട്ടുണ്ട്. മീനിൻ്റെ വയറ്റിൽ നിന്ന് പ്ലാസ്റ്റിക് ടൂത്ത് ബ്രഷ് കിട്ടി, ആനിമൽസിൻ്റെ വയറ്റിൽ നിന്ന് പ്ലാസ്റ്റിക് ടൂത്ത് ബ്രഷ്, പ്ലാസ്റ്റിക് കവേഴ്സ് ഒക്കെ കിട്ടി എന്നൊക്കെയുള്ള ന്യൂസസ് ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എവിടെയാണ് പരിഹാരം വരുത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഇൻഡിവിജ്വലി ചെറിയ ചെറിയ റീപ്ലേസ്മെൻറ്റ്സ് നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന സാധനങ്ങൾ വരുത്തുകയാണെങ്കിൽ അത് വലിയൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. വലിയ എക്സ്പെൻസീവ് ഒന്നും അല്ലാത്ത ഈ ഒരു സസ്റ്റൈനബിൾ സ്വിച്ച് നമുക്ക് എല്ലാവർക്കും വരുത്താവുന്നതാണ്. അപ്പോൾ സസ്റ്റൈനബിൾ ഷോപ്പിംഗ് സീരീസിൻ്റെ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.